രാവിലെ ദിവസത്തിന് ഒരു ആരോഗ്യകരമായ തുടക്കം നൽകാനും ദിവസം മുഴുവൻ നമുക്ക് ഫ്രഷ് ആയിരിക്കാനും വേണ്ടി ഈ ലളിതമായ ഹെൽത്ത് ഡ്രിങ്ക് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. ഐ എം സീന. വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ബട്ടൺ എനേബിൾ ചെയ്തും എന്നോട് കൂട്ടുകൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. പിന്നീട് വരുന്ന അടിപൊളി വെറൈറ്റി റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് നല്ലതാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2 നുള്ള്, നാരങ്ങാ നീര് 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ, ഒലിവ് ഓയിൽ 1 ടീസ്പൂൺ, ചെറു ചൂടുവെള്ളം 1 കപ്പ്, തേന് 1 ടീസ്പൂൺ. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ മൈക്രോവേവിലാണ് എളുപ്പത്തിന് എപ്പോഴും ചൂടാക്കിയൊക്കെ എടുക്കുന്നത്. അത് ഏതാണ്ട് ഒരു 45 മിനിറ്റ്സ് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒരു 30 സെക്കൻഡ് ചൂടാക്കി എടുത്തതിന് ശേഷം അതൊന്ന് ചൂട് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും നമുക്കൊരു 15 സെക്കൻഡോളം നമുക്കൊന്നുകൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ടോട്ടൽ ഞാൻ 45 സെക്കൻഡ്സ് ആണ് വെള്ളം ചൂടാക്കിയത്. വെള്ളം തിളയ്ക്കുകയോ അതുപോലെ ചൂട് കൂടിപ്പോവുകയോ ചെയ്യരുത്. അങ്ങനെയായാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ മുഴുവൻ അതുപോലെ നമുക്ക് കിട്ടില്ല. ഒരു കപ്പിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം. മഞ്ഞളിലെ പ്രകൃതിദത്ത ഘടകങ്ങൾ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു. മഞ്ഞൾപ്പൊടി കൂടിപ്പോണ്ട കേട്ടോ. അതുപോലെ കുരുമുളക് മഞ്ഞളിലെ ഗുണങ്ങൾ ശരീരം മുഴുവൻ ഫലപ്രദമായി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അടുത്ത ചേർക്കേണ്ടത് നാരങ്ങാ നീരാണ്. നാരങ്ങാ നീര് നമുക്ക് ദിവസം മുഴുവൻ ഉന്മേഷം നൽകാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിൽ ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ ഒരു നല്ല ഉറവിടം തന്നെയുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ഒലിവ് ഓയിൽ കൂടിപ്പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും. പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇനിയും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറു ചൂടുവെള്ളത്തിൻ്റെ 1/2 കപ്പ് ഒഴിച്ച ശേഷം സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ബാക്കി വരുന്ന 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ തേൻ കൂടി ചേർക്കുക. തേൻ സ്വാഭാവിക മധുരം നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. വീണ്ടും നന്നായി ഇളക്കുക. തേൻ ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് തേൻ ചേർക്കുന്നത്. അത്രയേ ഉള്ളൂ. നമ്മുടെ ആരോഗ്യകരമായ മോർണിംഗ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു കളറില്ലേ, ഒരു ഓറഞ്ച് ജ്യൂസ് പോലൊക്കെ ഇരിക്കുന്നുണ്ട്. രാവിലെ ഒരു പുതുമയാർന്ന തുടക്കത്തിനായി ഈ പാനീയം ആസ്വദിക്കാൻ നമുക്ക് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി ഈ പാനീയം ദിവസവും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഫുഡ് റെസിപ്പീസിന് വേണ്ടി മാത്രമായിട്ട് എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. seenasfoodbasket.com എന്ന ആ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടു കാണും. 2008 തുടങ്ങിയ ഒരു വെബ്സൈറ്റാണത്. ഈ വെബ്സൈറ്റ് കണ്ടിട്ട് സൂര്യ ടി വിയിലും കപ്പ ടി വിയിലും ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. 2012-ലും 2013-ലും ആയിരുന്നു കേട്ടോ അത്. നാഷണൽ ഇൻ്റർനാഷണൽ കോണ്ടിനെൻ്റ് അങ്ങനെ കുറേയേറെ തരം റെസിപ്പീസ് ഈ വെബ്സൈറ്റിലുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൽ റെസിപ്പീസ് ആഡ് ചെയ്തിരിക്കുന്നത്. കുക്കിംഗ് ടിപ്സും ഡൂസ് ആൻഡ് ഡോൺസും എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സീന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.